ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മീൻകറി സ്റ്റൈലൊരു കോവയ്ക്ക കറി തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. കോവയ്ക്ക ഈ രീതിയിൽ പൊളന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു സവോളയും കൂടി അരിഞ്ഞ് എടുത്തതിന് ശേഷം നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇത് എല്ലാം ഇട്ട് കൊടുക്കാം. കോവയ്ക്കായും സവോളയും ചെറിയുള്ളിയും 2-3 പച്ചമുളകും ഞാനിത് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കുറച്ച് കരിയാപ്പിലയും ചേർത്ത് ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ച് വയ്ക്കുക. ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഈ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയതും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2-3 ചുമന്നുള്ളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല ഫൈനായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. കറിവേപ്പില ഉപ്പും ചേർത്ത് കൊടുത്ത് തന്നെ കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ഞാൻ അല്പം അന്നേരം ചേർക്കാൻ വിട്ടുപോയി. ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റി പാകത്തിന് ചേർത്തുകൊണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുക്കാം. നന്നാക്കി ഇളക്കി നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പുമൊക്കെ നോക്കി ഉപ്പ് പോരെങ്കിൽ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് താത്തി വയ്ക്കുക. അതിനുശേഷം നമുക്ക് കടുക് താളിക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പേ വയ്ക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. 1/2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പൊട്ടിയതിന് ശേഷം നമുക്ക് ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. മൂത്ത് വരുമ്പോൾ അതിന് ആവശ്യമുള്ള കരിവേപ്പിലയും ചേർത്ത് ഒരു ശകലം മുളക് പൊടി ചേർത്ത് ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സാക്കുക. നമുക്ക് ചൂട് ചോറിൻ്റെ ഈ ഒരു കറി കൂട്ടി തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.